പന്നിയങ്കരയിൽ എല്ലാ ഷോപ്പും ഒരേപോലെയുള്ള അവിടുന്ന് നമ്മൾ ഒരു ഷോപ്പ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുക? റീബ്രാൻഡിങ് അങ്ങാടി നമ്മൾ ഇത്രയും ചെയ്തത് ഫസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഇതിലുള്ള മെയിൻ സംഭവം എന്താ വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസാണ് ശരിക്കും. പാറ്റേൺ ലോഡ് ആവണില്ലേ ഫാത്തിമ, ഞാൻ നമ്മളൊരു സാധനം നമ്മൾ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് കിട്ടുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഔട്ട് വരുമ്പോൾ ഞാൻ എത്ര അടിപൊളിയാവുന്നു സത്യമായിട്ട് വിചാരിച്ചില്ല. ടൈലറിംഗ് ഷോപ്പിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിൻ്റെ കടയാണത്. തയ്യൽ മെഷീൻ്റെ ഒരു സൂചി ഇങ്ങനെ പോണ്. ഹെൽപ്പ് എ ബിസിനസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. കുറേ സാധനം ഈ ഒരു വർക്കിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റിയിരിക്കണേ. ഫസ്റ്റ് നമ്മൾ ഷോപ്പ് നോക്കാൻ നമ്മൾ 4 ആൾക്കാരാണ് പോയത്. ഞാൻ, ജിക്സല്, റമീസ്ക, ഷഫീർക്ക. നമ്മൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എങ്ങോടെ പോകേണ്ടതെന്ന് അറിയില്ല. ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണം, 2 സൈഡിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. നമ്മളാദ്യം വന്നിട്ട് നേരെ നടന്ന് പന്നിയങ്കര കറക്റ്റ് ജംഗ്ഷൻ്റെ അവിടെ എത്തി. അവിടെ കുറേ തപ്പി, ഒന്നും കിട്ടിയില്ല. തിരിച്ചിങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് നമ്മളിത് ചേച്ചിയുടെ കാണാനുണ്ട്. ഹെൽപ്പ് എ ബിസിനസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ഡിസൈൻ ഫീൽഡിൽ നിൽക്കുന്ന ടൈമിൽ ഡിസൈനറുടെ പർപ്പസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും അതിൻ്റെയൊക്കെ അപ്പാർട്ട് ഒരു ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയൊരു അവർക്ക് കിട്ടുന്നൊരു അച്ചീവ്മെൻ്റ്, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഫില്ല് ചെയ്യുന്നതിൽ പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് പറ്റിയിട്ടുണ്ടോ? അവിടെ ചേച്ചീനോട് സംസാരിച്ചപ്പോൾ ചേച്ചീൻ്റെ പേര് ബിന്ദു എന്നാണ്, എനിക്കറിയോ? ചേച്ചീൻ്റെ പേര് ബിന്ദു എന്നാണ്. ചേച്ചീൻ്റെ മോളെ പേരാണ് പാർവതിന്ന്. അപ്പോൾ ചേച്ചിനെ നമ്മൾ ചോദിച്ചു, നമ്മളിങ്ങനെയും റീഡിസൈൻ റീബ്രാൻഡിങ് അങ്ങാടി പറഞ്ഞ് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇതിലായിട്ട് വന്നതാണ്. ചേച്ചിക്ക് താല്പര്യമുണ്ടോ, നമ്മളിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഡിസൈൻ ചെയ്ത് തരാം, അങ്ങനെ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ് ചേച്ചീനെ കൺവിൻസ് ചെയ്ത്. ചേച്ചി പറയാ ചേട്ടനെ വിളിച്ചോന്ന് ചോദിച്ചു നോക്കണം പെർമിഷൻ. എന്നിട്ട് ചേട്ടൻ്റെ പെർമിഷൻ കിട്ടാൻ നമ്മൾ പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ ചേച്ചിനോട് ചേച്ചീൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചു. ചേച്ചിക്ക് എങ്ങനെയാണ് ബോർഡ് വേണ്ടിയത് അത് ഇതെന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ് എനിക്ക് നൂലും, നമ്മൾ നേരത്തെ പറഞ്ഞ നൂലും കത്രികയും അതൊക്കെ വേണം, അല്ലാണ്ട് ചേച്ചിക്കൊരു എന്താ പറയുക എങ്ങനെ ഫോട്ടോ വേണോ ഒന്നുമില്ല, ചേച്ചിക്ക് എങ്ങനെ ആയാലും അടിപൊളിയാക്കി കൊടുത്താൽ മതി എന്നുണ്ടേനും. നമ്മളെന്താ പറയുക ടൈലറിങ് ഷോപ്പാണ്, അപ്പോൾ ഒരു മെഷീന്. റമീസ്ക്ക് ഞാൻ കുറേ തർക്കിച്ച്. കാരണം നമ്മൾ റമീസ്ക്ക് പറഞ്ഞ തയ്യൽ മെഷീൻ്റെ ഒരു സൂചി ഇങ്ങനെ പോണ്, നീ അങ്ങനെ ലോകം ഉണ്ടാക്കി അത് അല്ലെങ്കിൽ മാറ്റിയിട്ട് കറക്കണ സാധനത്തിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ അങ്ങനെ കുറേ നേരം തർക്കിച്ച്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ നബാനടക്കം കയറി വന്നിട്ട് ഒരു സജഷൻ പറഞ്ഞു. നബാനും സഫാനൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ തയ്യൽ മെഷീൻ അല്ലാണ്ട് ചുമ്മാ ടൈപ്പോഗ്രഫി തന്നെ വെച്ചിട്ട് ലോഗോ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കംപ്ലീറ്റ് ബിഷുരിൻ്റെ വൈത്താലെ ഞാൻ നടക്കിയ ബിഷുരി ഒന്നും ചെയ്തുകൊണ്ട് ബിഷുരി അത് ഞാൻ പറഞ്ഞിടത്ത് ഇങ്ങനെ ചെയ്താൽ മതി. പാറ്റേൺ ലോഡ് ആവണില്ലേ ഫാത്തിമ, ഞാൻ എന്താ പാറ്റേൺ പറയുകയാണെങ്കിൽ പാറ്റേൺ നമ്മളതിൽ മാത്രമേ പാറ്റേൺ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതുള്ളൂ. നൂല്, അതുപോലെ തന്നെ കുടുക്ക്, കത്രിക, ആ സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയ നമ്മളേലല്ലോ. അത് നമ്മൾ പാറ്റേൺ ആയിട്ട് നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നല്ലോണം യൂസ് ചെയ്ത് അതന്നെ നല്ല സാധനം, ആ ബോർഡിന് പറ്റിയൊരു സാധനം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അത് എത്ര തപ്പിക്കുന്ന വെച്ചാൽ ഫ്രീ പിക്ക് കുറേ തപ്പിയിട്ടാണ് നമുക്ക് സാധനം 3-4 ഇതിൽ നിന്നാണ് നമ്മൾ ആ പാറ്റേൺ ഒക്കെ എടുത്തത്. ആ കളറ് ആരെ സെലക്ഷനാണ്? കളറ് കുറേ കളർ പാലറ്റ് ഞാൻ കുറേ ചൂസ് ചെയ്തിരുന്നു. ചേച്ചിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ട് ഷോപ്പ് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഒരു വിൻറ്റേജ് റെട്രോ ടൈപ്പ് സാധനം ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചത്. ആ പിൻട്രസ്റ്റ് എന്തൊക്കെ കൂളേഴ്സ് എന്തൊക്കെ ഇരുന്ന് തപ്പി കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള റെട്രോ ടൈപ്പ് കളേഴ്സ് കിട്ടി. അതിലും ഓർമ്മയുണ്ട് എനിക്ക് ആ കളർ പാലറ്റ് ഇട്ടിട്ട് ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ കളറിൻ്റെ ഇതൊക്കെ കൂട്ടിയിരുന്നു. ഡാർക്ക്നെസ് കളറാണ് എനിക്ക് ആദ്യം കിട്ടുന്നതാണ്. കളറാണ് ആ കളർ തന്നെ നമ്മളെ ടീമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളെ ടീം ഡിസൈനേഴ്സാണ്, എല്ലാവരും പറയുന്നുണ്ട് നല്ല ഡിസൈനേഴ്സാണ്. എന്നാലും നമ്മൾ ഞാൻ അന്ന് പറഞ്ഞു മിനിമലിൻ്റെ ആൾക്കാരാണ്. കളർ തന്നെ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ നല്ലോണം ചൂസ് ചെയ്യണം. ആ കളറ് പിന്നെ സെറ്റാക്കല നമ്മളെ പരിപാടി. പക്ഷേ കിട്ടിയ കളർ തന്നെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ കളർമേൽ അധികം പണിയെടുത്തില്ല. ഡിസൈനിങ്ങിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ടുള്ള എക്സ്പോഷർ കിട്ടി, കുറേ എക്സ്പീരിയൻസ് കിട്ടി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പഠിച്ചു. ഒരു ഡിസൈൻ എസ്തെറ്റിക്സ് പ്രാക്ടിക്കലി എങ്ങനെ എസ്തെറ്റിക്സും കമ്മ്യൂണിക്കേഷനും ഒന്നിച്ചിട്ട് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളതിനെ പറ്റി അവർക്ക് പഠിക്കാൻ പറ്റി. എന്തായാലും ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഷോപ്പിൽ ഈ ഫ്ലെക്സ് വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബോർഡിങ് ഈ ഒരു ഡിസൈൻ വെച്ചതുകൊണ്ട് 1-2 ആൾക്കാർ അധികം കയറാം. രണ്ടാമതൊരു തവണ അവിടെ കയറണമെങ്കിൽ ആ ഷോപ്പിൻ്റെ പേര് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർക്കുകളൊന്നും ഇല്ല. അവിടെയാണ് നമ്മളെ സ്റ്റുഡൻസ് പോയിട്ട് നമ്മൾ പേരും പിന്നെ ഇങ്ങനത്തെ ഒരു കളറും ഇട്ട് അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് ഇനി നാളെ ഈ പേരും അതല്ലെങ്കിൽ ഈ ഒരു കളറും കണ്ട് ആൾക്കാർ അവിടെ വരാം.
അങ്ങനെ ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. സോ നിങ്ങൾ ആ ഒരു അപ്ഡേറ്റ് അതിനെപ്പറ്റി എടുക്കുക എന്നുള്ളതിലേക്ക് സ്റ്റുഡൻസ് പോയി അവിടെ അവരെടുത്ത് കണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ വർക്ക് എടുത്തിക്കണം, എല്ലാവരും ടീമായിട്ട് ഇങ്ങനെ കുറേ പണിയെടുത്തിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് കുറച്ച് ലാഗ് അടിച്ചു നമ്മൾ ഔട്ട് വരാൻ. ഈ ഔട്ട് വന്നപ്പോൾ നബാ നമുക്ക് സർപ്രൈസ് ആക്കാൻ വെച്ചതാണ് ആക്ച്വലി. എന്നിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾ റീബ്രാൻഡിങ് അങ്ങാടീൻ്റെ ഔട്ട് വരും, പ്രിൻ്റ് വരും, പ്രിൻറ്റിന് കൊടുക്കാനെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ലൈക്ക് ഓക്കെ, അത് റീബ്രാൻഡിങ് അങ്ങാടി നമ്മൾ ഇത്രയും ചെയ്തത് ഫസ്റ്റായിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഡിജിറ്റൽ മീഡിയയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഡിജിറ്റൽ മീഡിയയിൽ ഡിസൈൻ ചെയ്തിട്ട് ന്യൂമറസ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ പോയിട്ടുണ്ട്. അത് ലൈക്ക് അത് മടുപ്പ് എന്നല്ല, അത് കണ്ടിട്ട് അതിനൊരു മൊമെൻ്ററി ആണത്. അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മൊമെൻ്ററി ആയിട്ട് അത് തീരും. ഒരു കൂടിപ്പോയാൽ ഒരാഴ്ച 1.5-2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ അതിന് കിട്ടുന്നൊരു വിസിബിലിറ്റി കുറഞ്ഞു വരും. ഇത് ഇനി അവിടെ അത് എത്ര കാലമോ അത് അവിടെ ഉണ്ടോ അത്രയും കാലം നമ്മളത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ ആസ് എ ഡിസൈനർ ഓക്കെ നമുക്ക് പറയാം നമ്മൾ കൂടെ നടക്കുമ്പോൾ അത് നമ്മൾ ചെയ്തതാണ്, അത് ഞാനും എൻ്റെ ടീമും ചെയ്ത വർക്കാണ്. അപ്പം നമ്മൾ ആ പ്രസൻറ്റ് ചെയ്ത ടൈമിൽ അവിടെ അത്രയും ആൾക്കാരെ മുമ്പിലുള്ള അപ്രിസിയേഷൻ, അതിൻ്റെ പുറമേ കിട്ടുന്ന വലിയൊരു അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ആ കടൻ്റെ ഓണർ. ഞാനിത് കഴിഞ്ഞതിന് ശേഷം ഞാനും നബാനും കൂടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടൈലറിങ് ഷോപ്പിൽ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചീൻ്റെ കടയാണത്. ആ ചേച്ചീൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ഇതിൻ്റെ അതായത് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് കളറിനെ പറ്റി. എന്തോ ഓരോ ചേച്ചീൻ്റെ നാട്ടുകാർ വന്നിട്ട് കളറിനെ പറ്റി കളർ അത്ര തെളിച്ചില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ചേച്ചി ആ നാട്ടിലുള്ള ചേച്ചീൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഷോപ്പിൻ്റെ പുതിയ ബോർഡ് ഇതാണെന്നുള്ളത് കാണിച്ച് അതും അപ്രിസിയേഷനാണ്. ക്രിറ്റിസിസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചി അത് കാണിക്കണമെങ്കിൽ ചേച്ചി അത്രയും ഹാപ്പി ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അപ്രിസിയേഷൻ, അതിൽ പാസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് നോക്കിയിട്ടുള്ള ആ ഒരു അപ്രിസിയേഷൻ, ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ ഫ്രണ്ട്സ് ഫാമിലി ഓര് കണ്ടിട്ടുള്ള അപ്രിസിയേഷൻ ഭയങ്കര ഒരു സംഭവമാണ്. ഈ അപ്രിസിയേഷൻ ഈസ് കീ എന്ന് പറയുന്നൊരു എലമെൻറ്റ് റീബ്രാൻഡിങ് അങ്ങാടി കൂടെ സ്റ്റുഡൻസിന് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ 3 ഡിസൈൻ അതിലേക്ക് മെയിനായിട്ട് ചെയ്തത്. മെയിൻ ബോർഡും ആ ഫ്ലെക്സും പിന്നെ സൈഡിൽ 2 ബോർഡ് വെച്ചിരിക്കണം. സൈഡിൽ ഒരു ബോർഡും പിന്നെ സൈഡിൽ പാർവതി ലേഡീസ് ടൈലറിങ് കൊണ്ട് മലയാളത്തിൽ ഒരു ബോർഡും പിന്നെ റെട്രോ ടൈപ്പ് വേറെ അവിടെ എന്തൊക്കെയാണോ അവിടെ ചെയ്യുന്നത് അതിൻ്റെ മെനു കാര്യങ്ങൾ ലിസ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ സാധനം അത് മൊത്തത്തിൽ അവിടെ ഒക്കെ കൂടി വെച്ചപ്പോൾ കണ്ടത് നല്ല രസമുണ്ട്. ഞാൻ ഔട്ട് വരുമ്പോൾ ഞാൻ എത്ര അടിപൊളിയാവുമെന്ന് സത്യമായിട്ട് വിചാരിച്ചില്ല. കുറേ സാധനം ഈ ഒരു വർക്കിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് പന്ന്യാങ്ങര പോലീസ് സ്റ്റേഷൻ ഒന്ന് റീബ്രാൻഡ് ചെയ്താൽ